കുട്ടിമണി, കുട്ടിമണി. ഞാൻ കുട്ടിമണിയല്ല, ഗായത്രിയാ. കഥയെല്ലാം നിനക്കറിയാം. വെറുതെ എന്നെ കളിപ്പിക്ക. അടുത്തേക്ക് വരണ്ട, എനിക്കൊന്നും അറിയില്ല. എപ്പോഴും ഭയവും കുറുമ്പും ആയിരുന്നില്ലേ നിനക്ക്? ഞാൻ എവിടുന്ന് വരുന്നു, ഇത്ര നാൾ എവിടെ ആയിരുന്നു തിരക്കാത്തെന്താ? നീ എന്നെ മറന്നു? എന്നോട് ചോദിക്കണില്ലേ എവിടെ ആയിരുന്നു? ചോദിക്കേ ചോദിക്കേ. സ്വന്തം നാടിനു വേണ്ടി ബ്രിട്ടീഷ് പോലീസിനോട് പൊരുതുമ്പോഴും കുട്ടിമാണി ഉണ്ടായിരുന്നു മനസ്സിൽ നിറയെ. പാവം കുട്ടിമാണി. പോലീസ് പുറത്തുണ്ട്, ഇതൊന്നും കണ്ട് ഭയക്കണ്ട കുട്ടിമാണി. കഴുകിയാ മാഞ്ഞു പോണതൊക്കെ. നോക്കിക്കേ, എന്റെ കുട്ടിമണിയെ കാണാൻ ഞാൻ ഒക്കത്തിന് ഒഴി കൊടുത്തിരിക്കുക. എനിക്ക് ഭയം മനസ്സില്. കോലോത്താരലും അറിഞ്ഞ ഉണ്ണിയുടെ കൈവിരലുകളും എന്റെ കാൽപാദങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചൂടെ ഈ കോലോ തല്ലേലും? പക്ഷേ ഇക്കുറി അവൾക്കൊരു മാറ്റ. പുരികച്ചൊടികളുടെ ഭാഷ മനഃപ്പാഠമാക്കിയവനാണ് രാഹുലയൻ. നിന്റെ കണ്ണുകൾ കള്ളം പറയുന്നുണ്ടോ? എന്താ നിനക്കൊരു പതർച്ച? കുട്ടിമാണിയുമായി നിനക്കെന്താ? അനുമാനിക്കാനുള്ള സാമാന്യ ബുദ്ധി എനിക്കുണ്ട്, അതുകൊണ്ട് പറയണു. വേണ്ട, വിട്ടേക്ക. അവൾ എന്റെയാ. മൃദംഗക്കാരൻ പയ്യൻ എന്റെ പെണ്ണിനെ കണ്ണുവെച്ചതും പോരാ, ഓലോത്തൂന്ന് എന്നെ കെട്ടിയിറക്കാൻ പോലീസുകാർക്ക് ഒറ്റുകൊടുക്കുകയും. എന്നെങ്കിലും അവനെ കൈ കിട്ടും. അന്നവന്റെ ആദ്യമാ. ഓലോത്തെ പ്രതാപങ്ങളാൻ അറിയിരിക്കണു. എനിക്കറിയാം ആരാ ഒറ്റയെന്ന്. അതിനുള്ള കാരണം അറിയാം. കുട്ടിമാണി വേണമല്ലോ. കഥകള് ഓലോത്തെ പഠിക്കാത്ത കയറി തമ്പുരാട്ടിയെ താലോലിക്കാൻ മൃദംഗക്കാരൻ, എന്നിട്ട് എന്നെ ഒറ്റിക്കൊടുക്കാൻ. കണ്ടു നോക്കി അങ്ങനെ ഒരു തെറ്റ് പറ്റി. ഇനി ഇത് ആവർത്തിക്കില്ല. ഉണ്ണി ഇന്നിവിടെ വരില്ല, സത്യം. കോലത്തെ നിയമങ്ങൾ മതി എനിക്ക്. കുട്ടിമണി വേണ്ട, പോ പോ എന്റെ മുൻപിൽ. നിന്റെ കുട്ടിമണിയെ പറയണേ. നിന്റെ കുട്ടിമണിയാ. ജീവിക്കണെങ്കില് അത് കുട്ടിമണിയോടത്ത് മാത്രം. ഇല്ലാച്ചാ ആരും നിന്നെ ജീവനോട് സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇങ്ങോട്ട് വരെ ഉണ്ണി, വരാൻ വരെ ഇങ്ങട്. അങ്ങനെ വിരാജിത പൂജ എത്തി. ഇനി ഭഗവതി കോവിലിൽ പോയി കന്യക വിളക്ക് കൊടുക്കുക ഒറ്റയ്ക്ക്. എന്റെ കുട്ടിമാണി പൊലിഞ്ഞതിന്റെ അന്ന് ഞാനിറങ്ങി. 52 വർഷം നാടായ നാട് മുഴുവൻ അലഞ്ഞു. ഒടുവിൽ ഈ അടുത്ത് പത്രത്തിലൊരു ദർഖാസ് കണ്ടു. ആലത്തൂർ തെക്കേ മഠം പൊളിക്കാൻ പോണു. വന്നപ്പോ നീ കുട്ടിമാണിയെ പോലെ, കുട്ടിമാണി തന്നെ. പക്ഷെ അവൻ കൃഷ്ണനുടി, അവൻ കൊല്ലും നിന്നെ. വിരാജിതത്തിന്റെ 10-ാം പക്കം വിളക്കെടുക്കുന്ന സമയം.
കുട്ടിമാണി, നീ സൂക്ഷിക്കണം, അവൻ നിന്നെ കൊല്ലും. അവിടെ നോക്കാതെ എന്താ കുട്ടികൾ സാറ്റ് കളിക്കുമ്പോ ഒളിക്കാൻ പോയതാ, പിന്നെ വന്നിട്ടില്ല. അയ്യോ നോക്ക്, അപ്പോ കുട്ടീനെ എവിടെ പോയി കിടക്കാമോ? അമ്മോ കണ്ടോ, എല്ലായിടത്തും തിരക്കി. ഇനി പൂച്ചത്തളത്തിലോ മറ്റോ ആവോ? കണ്ടോ, ഇനി നോക്കാനും ഇടം ബാക്കിയില്ല. ഈ കൊച്ചു എവിടെ പോയി കിടക്കുക? അയ്യോ എന്റെ മോൻ. അപ്പോ എന്ത് പറ്റി? അപ്പോ എന്ത് പറ്റി? എന്റെ പൊന്നു മോനെ, നീ ഇവിടെ ഇരിക്കായിരുന്നു. കുട്ടി ഭയന്നിട്ടുണ്ടാവും. നീ വിളിച്ച വിളിയാക്കാത്തോണ്ടല്ലേ. മോൻ കരയല്ലേ? നീ എന്തിനാ ഗായത്രി അവിടെ നിൽക്കണേ? വാ. കുട്ടിമണി, എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കണേ? ഇങ്ങോട്ട് വരണ്ട. ഒറ്റയ്ക്ക് ഇവിടെ നീ വരരുത്, അവൻ കൊല്ലും ആ പയ്യൻ. അതാ ഞാൻ. വേണ്ട, എന്നോടൊന്നും പറയണ്ട. അവൻ നിന്റെ അടുത്ത് വരാൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട, അടുത്ത് വരണ്ട, അടുത്ത് വരരുത്. രാഹുലയാ, കുട്ടിയെ ഭീതിപ്പെടുത്തുക. വിളക്കെടുത്ത് മാത്രം കേറാൻ വിധിയുള്ള സ്ഥലത്ത് കുട്ടി എന്തിനാ വന്നേ? വരാ. എനിക്കാകെ ഭയാ മനു. കൂട്ടിലടച്ച പോലെ. ആൾക്കാരുടെ ഭയപ്പെടുത്തുന്ന ഉപദേശങ്ങളാ. ഉള്ളിൽ എവിടെയോ ഒരു വിങ്ങല്. പണ്ടെങ്ങോ നടന്ന ദുർമരണത്തിന്റെ അസഹ്യമായ നിഴലുകളാ ഇവിടെ നിറയെ. മുടിയുള്ള ആളെ എനിക്ക് പേടിയാ. ആ ആള് പറയണത് പൂജയ്ക്ക് വിളക്കെടുക്കണ സമയം മനു കുത്തുവിളക്കുമായി എന്റെ അടുത്ത് വരുമെന്ന, കൊല്ലുന്ന, കുട്ടിമാണിയെ കൊന്ന പോലെ. അങ്ങനൊക്കെ സംഭവിക്കോ? എന്നെ കൊല്ലറങ്ങിയതാ, കൊല്ലറങ്ങിയതാണോന്ന്? ഗായത്രി എന്തായി പറയണേ? ഞാൻ ഭ്രാന്തളകി പറയാൻ തോന്നുന്നുണ്ടോ? മനു എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? എനിക്കറിയണം. ഗായത്രി കാണാൻ തോന്നി വന്നു. എന്തിനാത്? അതാ എനിക്കറിയേണ്ടത്. മാറാലെ പിടിച്ച വിശ്വാസങ്ങൾ ഇവിടെ എല്ലാവർക്കും. അവര് പറയണത് കേട്ട് കേട്ട് നിന്റെ മനസ്സിൽ ഇരുട്ട് കയറുക. നീ ഗായത്രിയാ, മറ്റാരുമല്ല നീ. അച്ഛനിലെ കുട്ടിമണിയുടെ ചിത്രം നോക്ക്. രാഹുലെ മുത്തശ്ശൻ പറയണ കഥ കേൾക്ക്. ചിത്രങ്ങൾ ചിത്രങ്ങൾ മാത്ര. ഈ നിൽക്കുന്ന ഗായത്രി ചിത്രമല്ല, ഈ മനു കഥയുമല്ല. കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരാ. മനു, ഞാൻ ആദ്യമേ പറഞ്ഞതാ, നമ്മൾ തമ്മിൽ കാണരുതായിരുന്നോ, അറിയരുതായിരുന്നോ? ഗായത്രി, I can't afford to lose you. മനു, എനിക്ക് കുട്ടിമണിയുടെ നാള് കിട്ടിയ പോലെ മനുവിന് കൃഷ്ണനുണ്ണിയുടെ നാളാ. എത്ര പറഞ്ഞാലും തല കയറില്ലെന്ന് വെച്ചാ ഞാൻ പറഞ്ഞില്ല. ഇനി നിന്നെ കാണുന്നില്ല. കുട്ടിമാരുടെ ചിത്രവും കെട്ടിപ്പിടിച്ച് ഈ കിളവന്മാരുടെ കെട്ടുകളും അയാൾക്ക്
തമ്പുരാട്ടി കുട്ടിയാട്ടി ഇവിടെ തന്നെ മരവിച്ചിരുന്നു. മതിയായി. മനു, മനു, ഒന്നും കാണണ്ടെന്ന് കേൾക്കണ്ടെന്നും വിശ്വസിക്കണ്ടെന്നും പാടുപെട്ട് ശ്രമിച്ചിട്ട് കാണണം, കേൾക്കണം, വിശ്വസിച്ചു പോണം. ഗായത്രി, ഞാൻ എന്ത് ചെയ്യും? ആരോ വരുന്നുണ്ട്. അകത്ത് വയ്ക്കാം. വേറെ ഏതോ ലോകത്താ നിങ്ങള്. ഭ്രാന്താ നിങ്ങൾക്ക്, ഭ്രാന്ത്. എന്നിട്ട് അത് മുഴുവൻ ആ കുട്ടിയുടെ തല അടിച്ചേൽപ്പിക്കാൻ നിങ്ങള്. അല്ലോ, നീ അവളെ കൊല്ലും. നോക്ക്, ഇവിടെ കാറ്റിന് പോലും അറിയാം നീ അവളെ കൊല്ലുമെന്ന്. ഇക്കുറി ഞാൻ സമ്മതിക്കില്ല. ഇനി ഈ നശിച്ച ഭ്രാന്ത് പറഞ്ഞ എന്റെ മുമ്പിൽ വന്ന കുത്തി കീറി ഞാൻ. പരിഭ്രമങ്ങള് മാറി വരണു അല്ലേ? ഞാൻ കുട്ടിമാണിയാ വല്യത്ത. നിനക്കും അങ്ങനെ തോന്നണുണ്ടാ? ഞാൻ ചോദിക്ക, അതുകൊണ്ടല്ലേ മനുവിനെ കാണരുതെന്ന് വല്യത്തെ ചടിക്കണേ? എന്താ ഇപ്പോ പെട്ടെന്ന് ഇങ്ങനൊക്കെ തിരക്കാൻ? രാഹുലേ മുത്തച്ഛൻ പറഞ്ഞു. ഏട്ടൻ എന്ത് പറഞ്ഞു? കുട്ടിമാണിയെ കൊന്നിട്ട് കുത്തുവിളക്ക് വലിച്ചെടുക്കുന്ന കൃഷ്ണനുണ്ണിയെ ആദ്യം കണ്ടത് മുത്തച്ഛനാത്രേ. ഭ്രാന്ത് പറയാ. ഏട്ടനല്ല അവിടെ ആദ്യം എത്തിയത്. പിന്നെ കൊല നടന്ന പിറ്റേന്ന് ഒളിച്ചോടി പോയി. ഇപ്പൊ തലയ്ക്ക് സ്ഥിരയില്ലാണ്ടായ കണ്ടില്ലേ? അപ്പൊ ആരെ സംശയിക്ക? ആളുകള് അങ്ങനെ അങ്ങ് പുനർജനിക്കോ വല്യത്ത? സംഭവിക്കരുത് എന്ന് കരുതുന്നത് സംഭവിക്കാതിരുന്ന നന്ന്. ദേഹാന്തരങ്ങളല്ല എന്ന് വിശ്വസിക്കാണ്ടിരിക്കാൻ ഞാൻ കാണുന്നത് ഒന്നേ ഉള്ളൂ. നിനക്ക് നൃത്തം അറിയില്ല, അവന് മൃദംഗവും വശമില്ല. വിരാജിതത്തില് ത്രികാല പൂജ തുടങ്ങുമ്പോ ആത്മാക്കളുടെ ശക്തി 10 മടങ്ങ് വർദ്ധിക്കും. ആ യാമങ്ങളിൽ നിന്റെ പാദങ്ങൾ ചലിക്കാതിരുന്നാൽ, അവന്റെ വിരലുകൾ താളം പിടിക്കാതിരുന്നാൽ ജയിച്ചു. കൂട്ടിയും കിഴിച്ചും ഞാൻ മനസ്സിൽ ചിലതൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. സമയം വരുമ്പോ പറയാം.